രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യമായ ശബ്ദങ്ങളിലൊന്ന്. എന്നാൽ ആ വാക്കുകൾക്ക് വിപ്ലവത്തിന്റെ തീക്ഷ്ണതയുണ്ടായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർന്നു വന്ന് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതിയെ നിർണയിച്ച ഒരു നേതാവ്. അതാണ് സീതാറാം യെച്ചൂരി. കാലം എത്രമേൽ കഴിഞ്ഞു പോയാലും ഈ വിടവ് മറ്റൊരാൾക്ക് നികത്താനാവില്ല എന്ന ഈ വസ്തുത മനസ്സിൽ ഉറപ്പിച്ചല്ലാതെ സെപ്റ്റംബർ 12-നെ ഓർമ്മിക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ സൗമ്യവും കരുത്തുറ്റ മുഖവുമായിരുന്നു സീതാറാം യെച്ചൂരി. സോഷ്യലിസം എന്ന ആശയത്തിനു വേണ്ടി ശബ്ദമുയർത്തുകയും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മുന്നിൽ നിന്നും പ്രവർത്തിച്ച സീതാറാം യെച്ചൂരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത വ്യക്തിത്വമായിരുന്നു. 1952 ഓഗസ്റ്റ് 12-നാണ് യെച്ചൂരിയുടെ ജനനം. അച്ഛൻ സർവേശ്വര സോമയാജുല യെച്ചൂരിയും അമ്മ കൽപ്പകം യെച്ചൂരിയും ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ സ്വദേശികളാണ്. ഹൈദരാബാദിലെ ഓൾ സെയിൻസ് ഹൈസ്കൂളിലായിരുന്നു യെച്ചൂരിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് ഡൽഹിയിലെ പ്രസിഡന്റ് സ്റ്റേറ്റ് സ്കൂളിൽ ചേർന്ന അദ്ദേഹം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടി. തുടർന്ന് ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് BA എക്കണോമിക്സിൽ ബിരുദം നേടി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ MA പൂർത്തിയാക്കി. PhDക്ക് JNUവിൽ ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായതോടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 70കളിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച യെച്ചൂരി തന്റെ അവസാന നാളുകളിൽ ഉൾപ്പെടെ സംഘപരിവാർ ഭരണത്തിനെതിരെ നിലകൊള്ളുകയും ശക്തമായ രീതിയിൽ മോഡി ഭരണത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളായിരിക്കണം. അതിന്റെ ഉത്തമ ഉദാഹരണമായി കാണാവുന്ന ഒന്നാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ അവിടേക്ക് ആദ്യമെത്തിയ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളാണ് യെച്ചൂരി എന്നത്. 2006 നേപ്പാളിൽ 2ാം ജന ആന്തോളനെ തുടർന്ന് രാജ്യഭരണത്തെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ ഐക്യമൊരുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് JNU എന്ന വിപ്ലവ കലാലയത്തിൽ നിന്നാണ്. സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സജീവ പ്രവർത്തകനായി അദ്ദേഹം തന്റെ യാത്ര തുടങ്ങി. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലത്ത് പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ ജയിൽവാസം യെച്ചൂരിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കൂടുതൽ ശക്തമാക്കി. സമരത്തിന്റെ ചൂടിൽ അദ്ദേഹം തന്നെ മികച്ചൊരു രാഷ്ട്രീയക്കാരനായി വാർത്തെടുത്തു. 1977 മുതൽ 88 വരെയുള്ള കാലഘട്ടത്തിൽ 3 തവണ JNU വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം പ്രകാശ് കാരാട്ടിനൊപ്പം സംഘടനാ പ്രവർത്തനത്തിലൂടെ തന്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉറപ്പിക്കുകയായിരുന്നു. 1978-ൽ SFIയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി പിന്നീട് സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ നിന്നോ പശ്ചിമ ബംഗാളിൽ നിന്നല്ലാതെ SFIയുടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യ നേതാവ് എന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട്. 1984-ൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1992-ലെ 14ാം കോൺഗ്രസിലാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നത്. 2015-ലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ ഐക്യകണ്ഠേനയാണ് യെച്ചൂരിയെ CPIM ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത്. കണ്ണൂരിൽ നടന്ന 23ാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് അദ്ദേഹം 3ാം തവണയും ജനറൽ സെക്രട്ടറിയായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യമായ ശബ്ദങ്ങളിലൊന്ന്. എന്നാൽ ആ വാക്കുകൾക്ക് വിപ്ലവത്തിന്റെ തീക്ഷ്ണതയുണ്ടായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർന്നു വന്ന് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതിയെ നിർണയിച്ച ഒരു നേതാവ്. അതാണ് സീതാറാം യെച്ചൂരി. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലത്ത് പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ ജയിൽവാസം യെച്ചൂരിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കൂടുതൽ ശക്തമാക്കി. 1977-നും 88-നും ഇടയിൽ 3 തവണ JNU വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ നിന്നോ ബംഗാളിൽ നിന്നോ അല്ലാതെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാകുന്ന ആദ്യ വ്യക്തി എന്ന ചരിത്രവും അദ്ദേഹം സൃഷ്ടിച്ചു. JNUവിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചൂടിൽ നിന്ന് യെച്ചൂരി ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ, കർഷകരുടെ ദുരിതങ്ങൾ, മതേതരത്തിനു നേരെയുണ്ടായ ആക്രമണങ്ങൾ, ഈ വിഷയങ്ങളിലെല്ലാം യെച്ചൂരിയുടെ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങി. BJP സർക്കാരിനെതിരെ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ ശക്തമായ വിമർശനങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ പോലും അത്ഭുതപ്പെടുത്തുകയും നിശബ്ദമാക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും വളരെ വലുതായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ പോലും ബഹുമാനിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആവേശത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരക്കാനിലേക്ക് വളർന്ന സീതാറാം യെച്ചൂരി പോരാട്ടത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത ആശയത്തിന്റെയും പ്രതീകമായി എന്നും ഇങ്ങനെ നിലനിൽക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.
മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.